Hi friends, I hope you all doing good. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ ഓർ ടി എൽ. ഓക്കെ, ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ഈസ് യൂസ്ഡ് ഫോർ ആസ് എ കോൺഫ്ലുവൻസ്. ട്രെൻഡ് ലൈൻ വെച്ച് ട്രേഡ് എടുക്കരുത്. ട്രെൻഡ് ലൈൻ ഒരു കോൺഫ്ലുവൻസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ബ്രേക്ക് കിട്ടി. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക് ഔട്ട്, അതിനുശേഷം പുൾ ബാക്ക് വന്നു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് മൂവ്മെൻറ്റിൻ്റെ ISL ആണ് ഈ ഒരു സിനാരിയോയിൽ നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ISL ഇവിടെ പ്ലോട്ട് ചെയ്തു വെച്ചു. അപ്പോൾ നോർമലി നമ്മൾ ഈ ISL സോണിൽ നിന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ ഒരു 50% വിൻ റേറ്റ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, 50%. ഇതിൻ്റെ ഒപ്പം ട്രെൻഡ് ലൈനും കൂടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ISL സോണിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ട്രെൻഡ് ലൈനുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 80% ആയിട്ട് മാറും. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, ട്രെൻഡ് ലൈൻ മാത്രം വെച്ച് നിങ്ങൾ ട്രേഡ് എടുക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ? ട്രെൻഡ് ലൈൻ്റെ മൂന്നാമത്തെ ടച്ചിലായിരിക്കും എപ്പോഴും നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ഈ രണ്ട് ടച്ചാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. മൂന്നാമത് വന്ന് ടച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അതേപോലെ തന്നെ ലൈൻ ചാർട്ടിലിട്ടിട്ടാണ് ഈ രണ്ട് ഏരിയാസ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ക്യാൻഡിൽ സ്റ്റിക്സിലേക്ക് മാറ്റേണ്ടത്. മൂന്നാമത്തെ ടച്ച് ക്യാൻഡിൽ സ്റ്റിക്സിൽ നിന്ന് എടുക്കണം. ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ടച്ചും നമ്മൾ ലൈൻ ചാർട്ടിൽ പോയിട്ട് പ്ലോട്ട് ചെയ്യണം. ഓക്കെ, ഇനി ആംഗിൾസ് ഓഫ് ട്രെൻഡ് ലൈൻ എന്താണെന്ന് നോക്കാം. ആംഗിൾസ് ഓഫ് ട്രെൻഡ് ലൈൻ, രണ്ട് തരത്തിലുള്ള ആംഗിൾസ് ആണ് ട്രെൻഡ് ലൈൻ ഉള്ളത്. ഒന്ന് ബേസിക് ആംഗിൾ, രണ്ട് ഡൈവർജൻസ് ആംഗിൾ. ബേസിക് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായി നമുക്കറിയാവുന്ന രീതിയിലുള്ള ട്രെൻഡ് ലൈൻ്റെ ആംഗിളാണ്. ഫോർ എക്സാമ്പിൾ, ഇങ്ങനെ ഏതാണോ ട്രെൻഡ് ആ ട്രെൻഡിന് ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ലൈൻ. ഇതിപ്പോൾ ബൈ തന്നെ, ബൈയിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ ബൈ ആണെങ്കിൽ ബൈക്ക് വേണ്ടിയുള്ള ട്രെൻഡ് ലൈൻ, നോർമൽ രീതിയിലുള്ള ട്രെൻഡ് ലൈൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെയാണ് സെല്ലിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടുന്നു, സെയിം ഡയറക്ഷനിൽ തന്നെ നമ്മൾ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുന്നു. ഇതാണ് ബേസിക് ആംഗിൾസിൽ വരുന്നത്. ഇനി ഡൈവർജൻസ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തേക്ക്, ഇപ്പോൾ ഫസ്റ്റ് ബൈ എടുക്കുന്നതിന് വേണ്ടി താഴത്തേക്ക് സെൽ ഡയറക്ഷനിലേക്കാണ് പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ട്രെൻഡ് ലൈൻ ബൈയിലേക്കുള്ള ട്രെൻഡ് ലൈനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഡയറക്ഷൻ നോക്കുമ്പോൾ, ഡയറക്ഷനല്ല സ്ട്രക്ചർ നോക്കുമ്പോൾ സെല്ലായിരിക്കും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുമായിട്ടുള്ള ട്രെൻഡ് ലൈനാണ് ഡൈവർജൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെല്ലിന് വേണ്ടി പ്രൈസ് മുകളിലേക്ക് ബൈയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെല്ലിന് വേണ്ടിയുള്ള ട്രെൻഡ് ലൈനാണ്. ഇതിനെയാണ് ഡൈവർജൻസ് ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ആംഗിൾസ് ഉണ്ട്. ഒന്ന് ബേസിക് ആംഗിൾസും രണ്ട് ഡൈവർജൻസ് ആംഗിൾസും. ബേസിക് ആംഗിൾസിനുള്ള ഒരു എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ടച്ച്, ദെൻ സെക്കൻഡ് ടച്ച്, ഈ രണ്ട് ടച്ചുമാണ് നമ്മൾ ലൈൻ ചാർട്ടിൽ ഡ്രോ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ഇതിന് ശേഷം പ്രൈസ് വന്ന് ഇവിടെ ടച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇത് ലൈൻ ചാർട്ടിൽ നിന്ന് മാറ്റി ക്യാൻഡിൽ സ്റ്റിക്സിലേക്ക് ഇടുമ്പോൾ കണ്ടോ, ഇവിടെ നിന്ന് പ്രൈസ് മൂവ് ആയത് കണ്ടോ. ഇതാണ് ബേസിക് ആംഗിൾസിൽ വരുന്നത്. ഇനി ഡൈവർജൻസ് ആംഗിൾസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ രണ്ട് പോയിന്റുകൾ നമ്മൾ കണക്ട് ചെയ്യുന്നു. കണ്ടോ, ഇതിന് സെല്ലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ ഫസ്റ്റ് ടച്ച്, ദെൻ സെക്കൻഡ് ടച്ച്, ഈ രണ്ട് ടച്ചാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നുള്ളൂ, പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. മൂന്നാമത് ടച്ച് വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കണ്ടോ, ഇവിടെ ലൈൻ ചാർട്ടിൽ ഇട്ട് എൻട്രി എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലൈൻ ചാർട്ടിൽ ഇത് ടാപ്പ് ചെയ്യണമെന്ന് നിർബന്ധമല്ല. സോ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്സിലായിരിക്കണം എൻട്രി എടുക്കേണ്ടത്. ക്യാൻഡിൽ സ്റ്റിക്സ് ആകുമ്പോൾ കണ്ടോ കറക്റ്റ് വന്ന് കയറിയിട്ട് ഫാളോ ചെയ്ത് കണ്ടോ. ഇതാണ് ബേസിക് ആംഗിൾസും അതേപോലെ തന്നെ ഡൈവർജൻസ് ആംഗിൾസും. അടുത്തത് നമുക്ക് ടൈപ്സ് ഓഫ് ട്രെൻഡ് ലൈൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ടോട്ടൽ ഒരു 5 ടൈപ്സ് ട്രെൻഡ് ലൈൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈൻ നമ്മുടെ സോണിൻ്റെ ഉള്ളിൽ വരണം.
സോണിൻ്റെ പുറത്ത് വരാൻ പാടില്ല, സോണിൻ്റെ ഉള്ളിൽ തന്നെ വരണം. എന്നാൽ മാത്രമാണ് ആ ട്രെൻഡ് ലൈൻ സോണായിട്ട് മാച്ച് ചെയ്യുള്ളൂ, അത് വാലിഡ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ആകുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ഫസ്റ്റത്തെ ടൈപ്പ് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 ബ്രേക്ക്ഔട്ട് ആണ് അല്ലേ. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, അതിനുശേഷം ISL വേണം. ISLലേക്ക് പുൾ ബാക്ക് വരണം. അപ്പോൾ ഈ ISLലേക്ക് പുൾ ബാക്ക് വരുമ്പോൾ ഈ ISL സോണിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ ആദ്യം കണ്ട ബേസിക് ആംഗിൾ ഉണ്ടല്ലോ, ആ സെയിം ട്രെൻഡ് ലൈൻ തന്നെയാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 വരുന്നത്. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ദെൻ തേർഡ് ടച്ച്. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ സെല്ലിൽ നോക്കുന്നു. ഫസ്റ്റ് 2 ബ്രേക്ക്ഔട്ട് വേണം. ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, അതിനുശേഷം ISL സോൺ എടുക്കുന്നു. ഈ ISL സോണിൻ്റെ ഉള്ളിൽ തന്നെ ട്രെൻഡ് ലൈൻ വരണം. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ഈ 2 ടച്ചാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ ടച്ചിലായിരിക്കും നമ്മൾ എൻട്രി എടുക്കുന്നത് ഇവിടെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഈ ഒരു സിനാരിയോയിൽ നമുക്ക് 2 ബ്രേക്ക്ഔട്ട് കാണാൻ പറ്റില്ലേ. ഇവിടെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ബൈക്ക് വേണ്ടിയുള്ളത് ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, അതിനുശേഷം ഇവിടുത്തെ ISL സോൺ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ടത്. ഏതാണ് ISL? ഇതാണ് ISL സോണായിട്ട് വരുന്നത്. അപ്പോൾ ഈ ISL സോണിൻ്റെ ഉള്ളിൽ വേണം നമുക്ക് ട്രെൻഡ് ലൈൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഈ ISL സോണിൻ്റെ ഉള്ളിൽ ട്രെൻഡ് ലൈൻ ഉണ്ടോ നോക്കാം. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ചിലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഈ സോണിനെ പ്രിസൈസ് ചെയ്യാം. കാരണം ഈ മുകളിൽ നിന്ന് എൻട്രി എടുക്കുന്ന ഈ സോണിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എൻട്രി എടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ അലൈൻ ചെയ്ത് വരുന്ന സ്ഥലത്തു നിന്ന് വേണമെങ്കിലും നമുക്ക് എൻട്രി എടുക്കാം. ഇങ്ങനെയും നമുക്ക് സോൺ പ്രിസൈസ് ചെയ്യാൻ പറ്റും. ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ഇനി ഒരു സെൽ സെറ്റപ്പിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബൈ സെറ്റപ്പ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇനി സെൽ സെറ്റപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ബ്രേക്ക്ഔട്ട് ആണ് അല്ലേ. 2 ബ്രേക്ക്ഔട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ 4 ഹവറിൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. 4 ഹവറിൻ്റെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, 2 ബ്രേക്ക്ഔട്ട് കിട്ടി. അതിനുശേഷം നമ്മൾ ISL മാർക്ക് ചെയ്യണം. ഇതാണ് നമ്മുടെ ISL സോൺ. ഈ ISL സോണിലേക്ക് പ്രൈസ് വരുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി എടുക്കേണ്ടത്. പക്ഷെ നമ്മുടെ ട്രെൻഡ് ലൈൻ വന്നേക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ടച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടച്ച്, ഇവിടെ സെക്കൻഡ് ടച്ച്, മൂന്നാമത്തെ ടച്ചിലായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. അപ്പോൾ ഈ ISL സോണിന് ഇത് മാച്ച് ആകുമോ? കാരണം നമ്മൾ പഠിച്ചത് ISL സോണിൻ്റെ ഉള്ളിൽ ട്രെൻഡ് ലൈൻ വരണം എന്നുള്ളതാണ് പഠിച്ചത്. പക്ഷേ ഇത് പുറത്തല്ലേ വന്നേക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിന് മാച്ച് അയക്കുന്ന വേറെ ഏതെങ്കിലും സോൺ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്ക്ഔട്ട്. ഇതാണ് EG ഫെയിലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. എപ്പോഴും പ്രൈസ് ISL സോണിലേക്ക് റീടെസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ദേ ഫസ്റ്റ് ബ്രേക്ക്ഔട്ട്, സെക്കൻഡ് ബ്രേക്ക്ഔട്ട്, അതിനുശേഷം ഇവിടെ ഒരു EG ഫെയിൽ ISL, ഇവിടുത്തെ ഫെയിൽ ആയിട്ടുള്ള ISL ഉണ്ടോ എന്ന് നോക്കണം. ഇതാണ് ഫെയിൽ ആയിരിക്കുന്ന ISL. ഇതിലേക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. കണ്ടോ, ഇതിലേക്ക് റീടെസ്റ്റ് ചെയ്തപ്പോൾ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് കണ്ടോ, നമ്മുടെ ട്രെൻഡ് ലൈൻ്റെയും സപ്പോർട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ദെൻ തേർഡ് ടച്ച്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. എല്ലായ്പ്പോഴും ISLലേക്ക് വന്നെന്ന് ഒരു നിർബന്ധമില്ല. നിയറസ്റ്റ് ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ് അതിൽ നിന്നായിരിക്കണം നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇത് കണ്ടോ, ഇവിടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഏതാ? ഇതാണ്, ഈ ISL സോൺ ആണ്. ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തു, അതിലേക്ക് റീടെസ്റ്റ് വന്നിട്ടില്ല. അതിൻ്റെ തൊട്ടടുത്തുനിന്ന് തന്നെ ഇവിടുന്ന് റിവേഴ്സായി. ദെൻ എഗെയിൻ ഇതേ സോണിലേക്ക് റീടെസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് സെൽ ചെയ്ത് വിത്ത് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടോട് കൂടി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.
ഫസ്റ്റ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 നമുക്ക് നോക്കാം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എപ്പോഴും വേണ്ട പോലെ 2 ബ്രേക്കൗട്ട് ആണ് വേണ്ടത്. ഇവിടെ ഫസ്റ്റ് ബ്രേക്കൗട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്കൗട്ട്. അതിനുശേഷമാണ് ഈ ISL സോൺ പ്ലോട്ട് ചെയ്യുന്നത്. ഈ ISL സോൺ ഫെയിലായി. ഓക്കെ, ഇവിടെ നിന്ന് സെല്ലാണ് പ്ലാൻ ചെയ്തത്, പക്ഷേ ഇത് നമുക്ക് ഫെയിലായി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോഴല്ലേ ഇത് ഫെയിലാവുള്ളൂ. ഫെയിലായി കഴിഞ്ഞതിന് ശേഷം ഈ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യണം. ഓക്കെ, നമ്മുടെ ട്രെൻഡ് ലൈൻ ടൈപ്പ് 1 ഫെയിലാകുന്നു. ഈ ഫെയിലായതിനു ശേഷം വീണ്ടും ഇതേ ട്രെൻഡ് ലൈനിലേക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 2 ആയിട്ട് മാറുന്നത്. ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ദെൻ തേർഡ് ടച്ച്. ഇതും നമ്മുടെ സോണിൻ്റെ EG ഫെയിൽ, എൻഗൾഫിംഗ് ഫെയിൽ സോണിൻ്റെ ഉള്ളിൽ തന്നെ വരണം. അതേപോലെ തന്നെ ഇവിടെ ഫസ്റ്റ് ബ്രേക്കൗട്ട്, സെക്കൻഡ് ബ്രേക്കൗട്ട്, അതിനുശേഷം ISL സോൺ മാർക്ക് ചെയ്യണം. ഈ ISL സോൺ മാർക്ക് ചെയ്തതിന് ശേഷം ISL ഫെയിലാകുന്നു, അതിനുശേഷം റീടെസ്റ്റ് വരുന്നു. റീടെസ്റ്റ് വരുമ്പോൾ എൻട്രി എടുക്കുന്നു. ടൈപ്പ് 1 ഫെയിലാവുന്നു, ടൈപ്പ് 2 ആയിട്ട് മാറുന്നു. ഒരു സപ്പോർട്ട് ഫെയിലാവുന്നു, റെസിസ്റ്റൻസ് ആവുന്നു എന്ന് പറയും പോലെ ഒരു സപ്പോർട്ടായിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ഫെയിലാവുന്നു, പിന്നെ അതേ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2. ഓക്കെ, ടൈപ്പ് 2 നമുക്കൊരു ബൈ സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനായി ഫസ്റ്റ് നമുക്ക് വേണ്ടത് 2 ബ്രേക്കൗട്ട് ആണ് അല്ലേ. ഇവിടെ ഫസ്റ്റ് ബ്രേക്കൗട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്കൗട്ട്. അതിനുശേഷം നമ്മൾ ISL മാർക്ക് ചെയ്യുന്നു. ISL എന്ന് പറയുമ്പോൾ ഇതാണ് ISL. ഈ ISL സോണിലേക്ക് പ്രൈസ് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം പ്രൈസ് ഒരു ഫാള് തന്നു. അതിനുശേഷം ഇത് ബ്രേക്ക് ആവുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ് ഇവിടെ ബ്രേക്ക് തരുന്നത്. ക്യാൻഡിൽ ക്ലോസ് തരുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഇതാണ് EG ഫെയിൽ സോൺ, എൻഗൾഫിങ് സോൺ ഫെയിലായി, ഈ ISL സോൺ ഫെയിലായി. അതിനുശേഷം റീടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ EG ഫെയിൽ വെച്ച് എൻട്രി എടുക്കാൻ പഠിച്ചു. ഇനി ഇവിടെ തന്നെ ഒരു ട്രെൻഡ് ലൈനും കൂടെ വേണം. ഓക്കെ, ഫെയിൽ ആയതിനു ശേഷം നമുക്ക് ഇതിപ്പോൾ 1 അവറിലാണ് കിടക്കുന്നത്, 4 അവറിലാണെങ്കിലും ഓക്കെ ആണ്. എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ആയിരിക്കും ഹൈ പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ ലൈൻ ചാർട്ടിൽ പോവുക, ഫസ്റ്റ് ടച്ച്, സെക്കൻഡ് ടച്ച്, ഈ 2 ടച്ച് മാർക്ക് ചെയ്യുന്നു. സോണിൻ്റെ ഉള്ളിൽ തന്നെ വരികയും ചെയ്യണം ട്രെൻഡ് ലൈൻ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ടച്ച്, ദെൻ ഇവിടെ സെക്കൻഡ് ടച്ച്. മൂന്നാമത്തെ ടച്ചിലായിരിക്കും എൻട്രി വരുന്നത്. മൂന്നാമത് ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കൂ, കണ്ടോ? കറക്റ്റ് മൂന്നാമത് ഷാഡോ വന്ന് ടച്ച് ചെയ്തിട്ടാണ് പോയത്. ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 എടുക്കേണ്ടത്. ഇനി ഒരു ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 ഒരു സെൽ സെറ്റപ്പിൽ എങ്ങനെയൊക്കെ ആക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് എന്താണ് വേണ്ടത്? 2 ബ്രേക്കൗട്ട്, ഫസ്റ്റ് ബ്രേക്കൗട്ട്, ദെൻ സെക്കൻഡ് ബ്രേക്കൗട്ട്. സെക്കൻഡ് ബ്രേക്കൗട്ട് ഇവിടെയാണ് കിട്ടിയേക്കുന്നത്. അതിനുശേഷം നമുക്ക് ISL വേണം. ISL എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാൻഡിലായിരിക്കും നമ്മുടെ ISL. ഈ ISLലേക്ക് ഈ ബ്രേക്കൗട്ടിന് ശേഷം വന്ന് റീടെസ്റ്റ് ചെയ്യണം. ഈ ബ്രേക്കൗട്ടിന് ശേഷം ISLലേക്ക് റീടെസ്റ്റ് ചെയ്യുന്നു. ഇനി ഇവിടെ ആണ് ഈ ഒരു സോണിൻ്റെ ഉള്ളിലാണ് നമുക്ക് ട്രെൻഡ് ലൈനായിട്ട് അലൈൻ ചെയ്യേണ്ടത്. നമ്മൾ നേരെ ലൈൻ ചാർട്ടിൽ പോവുക. ലൈൻ ചാർട്ടിൽ പോയതിന് ശേഷം ഈ ലോവസ്റ്റ് പോയിന്റും ഈ ഒരു പോയിന്റും കൂടെ കണക്ട് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് ഈ സോണിൻ്റെ ഉള്ളിൽ തന്നെ ട്രെൻഡ് ലൈൻ അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ടച്ച്, ദെൻ സെക്കൻഡ് ടച്ച്. ഇത് ഒരു ബൈ ആയിരുന്നു, അതിനുശേഷം ഇത് ഫെയിലായി, ഈ ബൈ സോൺ ഫെയിലായി. അതിനുശേഷം അതിലേക്ക് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു സപ്പോർട്ട് ബിക്കംസ് റെസിസ്റ്റൻസ്. ഒരു സപ്പോർട്ട് സോണായിരുന്ന ട്രെൻഡ് ലൈൻ പിന്നെ റെസിസ്റ്റൻസ് സോണായിട്ടാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ടച്ചിൽ എൻട്രി. അപ്പോൾ സോൺ ഉണ്ട്, ട്രെൻഡ് ലൈൻ ഉണ്ട്, എല്ലാം അലൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെയാണ് ട്രെൻഡ് ലൈൻ ടൈപ്പ് 2 എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്. ബൈ.